ഇന്ദ്രിയും ആകാശഗംഗയൊക്കെ തോറ്റു ആ കണക്കിനാണ് സിനിമ എടുത്തിരിക്കുന്നത്. അത്ര ഇതില്ല. അത് ആദ്യം നോക്കുമ്പോൾ നമുക്ക് എന്ത് ത്രില്ലിങ് ഇരിക്കുന്നതെന്ന് നോക്കാൻ ഒരു ഇതിരിക്കും. പടം അത്ര ഇതില്ല. മോശം പടം. എന്നെ കണ്ടിട്ട് കാര്യമില്ലല്ലോ. സിനിമ കഥയും അവതരണവും നന്നായിരിക്കണ്ടേ. പടം പോരാ ബ്രോ, പോരാ. ഞാനത്ര പോരാ. പടം ഞാനൊന്നുമില്ല സീനില്. സ്റ്റോറിയൊക്കെ നല്ല സ്റ്റോറി. സ്ഥിരം അപരാധമല്ല, കുഴപ്പമില്ല കണ്ടിരിക്കാൻ പറ്റുന്ന പടം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു ഹൊറർ ഫാന്റസി മൂവി ആയിട്ടാണ്. ഹൊറർ ഫാന്റസി പ്ലസ് എന്താണ് കോമഡി അത് ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് അവിടെയൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിലും ഫൈനൽ ഔട്ട് നമുക്കൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. കഥ പറയണതാണ് ഒരു രാജ കൊട്ടാരത്തിലെ ഒരു കഥ പറയാണ്, ഈ കലികേര കഥ. അത് ക്ലൈമാക്സ് കാണിക്കുന്ന ഒരു ബാഹുബലിയുടെ സ്റ്റൈലാണ് കാണിച്ചിട്ടുള്ളത്. ധ്യാനൊക്കെ അഭിനയമൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്, നല്ല രസമുണ്ട്, കോമഡി തമാശയൊക്കെ ഉണ്ട്. മുതൽ നോക്കുമ്പോൾ നമുക്ക് തോന്നും എന്താ നടക്കുന്നത്, അവിടെ നോക്കാനേ പറ്റത്തുള്ളൂ. നമ്മൾ എന്ത് നടക്കുന്നത് നോക്കുമ്പോൾ അടുത്ത് നോക്കാൻ പറ്റത്തില്ല. അടുത്ത് രണ്ടാമത് നമ്മൾ നോക്കാൻ പഠിക്കും. ഒന്നുമില്ല, ഒരു സീൻ പോലും ഇല്ല. കഥയില്ല. കഥ സാധാരണ നമ്മൾ സിനിമകൾ കാണുന്നതല്ലേ, അതിനോട് യോജിക്കുന്ന ഒരു കഥയും ഇല്ല. കഥ മനസ്സിലാകുന്നില്ല. ഒന്നാമത് ഈ കഥയുണ്ടായിരിക്കാം ചിലപ്പോൾ പക്ഷേ ഇത് മനസ്സിലാവുന്നില്ല. സാധാരണ ഒരു പ്രേക്ഷകർക്ക് മനസ്സിലാവില്ല. പിന്നെ അവതരണം മോശം. ധ്യാൻ ശ്രീനിവാസൻ ആരെന്ന് പോലും അതിൽ പ്രസക്തിയില്ല. മേക്ക് നല്ല മേക്കാണ്. അതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ ഒരു മെച്ചപ്പെട്ട സംവിധാനമാണ്. കണക്റ്റ് ആവാൻ സാധ്യത ഉണ്ട്. മെച്ചപ്പെട്ടതാണ്, പതിവ് ശൈലിയല്ല എന്തായാലും ധ്യാൻ്റെ. കുഴപ്പമില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എയുടെ ഉപയോഗം നന്നായിട്ട് അത് ചെയ്യാൻ സംവിധാനം പറ്റിയിട്ടുണ്ട്. അതാണ് ഒന്ന്. പിന്നെ ടെക്നിക്കൽ സൈഡിലൊക്കെ ഓക്കെ കുറച്ച് മിസ്സൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പരിധി വരെ അവർ വിജയിച്ചിട്ടുണ്ട് ഈ കഥ പറഞ്ഞു പോകാൻ. പിന്നെ ഇതൊരു ടൈലൻഡ് ഇട്ടേക്കുന്നത് ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ് ഇട്ടേക്കുന്നത്. ഞാൻ എൻ്റെ സ്ഥിരം പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതെന്തായാലും വൺ ടൈം വാച്ചുകൾ ആയത് കാരണം മറ്റേ സംഭവം അധ്യായം മാതിരി ഒന്ന് സക്സസ് ആവേണ്ട ചാൻസുകളുണ്ട്. എനിക്കൊന്ന് ആദ്യമായിട്ട് ഞാൻ കാണുന്ന മലയാള സിനിമയിൽ കൊണ്ടുവന്ന് അത് ഡീസൻ്റ് ആയിട്ട് അതിനകത്തിൽ ആ സംവിധാനം ഒപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഭാവിയിലൊരു മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലായാലും റെവല്യൂഷനൈസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കോൺസെപ്റ്റാണ് ഞാൻ പറയും. ഇതിൻ്റെ വെച്ചിട്ടല്ല പറയുന്നത്, എങ്കിലും ഡീസൻ്റ് ആയിട്ട് അവർ അത് ചെയ്തു. ഇത് ഹൊററുണ്ട്, ഹൊറർ മൂഡാണ് കൂടുതലും. പിന്നെ അതിൻ്റെ കൂടെ കോമഡി എലമെൻറ്റ്സ് ഉണ്ട്. മിസ്റ്ററി ഹൊറർ കോമഡി എന്ന് പറയാം. നമ്മളെ പേടിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന സീറ്റിൽ ഇരുന്ന് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ കുറവാണ്. പക്ഷേ സൗണ്ട് കൊണ്ട് അവർ കുറച്ചൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ എനിക്ക് തോന്നിയിട്ട് അഷ്കർ അലിയുടെ ഈ അടുത്ത് ഇറങ്ങിയ സംഭവം അധ്യായം അത് ആയിട്ട് ബന്ധമുണ്ട്. അതായത് സെറ്റപ്പുമായിട്ട് ഒരു ഫോറസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങളായിട്ടാണ് കാണിക്കുന്നത്. അതും അതേപോലെയാണ്. അതായത് ടൈം ലൂപ്പാണ്. ഇത് അതല്ല. മേക്കിംഗ് ഒക്കെ ഡീസൻ്റാണ്. ടെക്നിക്കൽ ഫ്ലോസ് ഉണ്ട്. സ്ക്രിപ്റ്റിലൊക്കെ ചില ഭാഗത്തൊക്കെ സെക്കൻഡ് ഹാഫിലൊക്കെ ഫ്ലോസ് എങ്കിലും ഡീസൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വൺ ടൈം വാച്ചബിളാണ് പടം. അത്യാവശ്യം ഓടേണ്ട ഒരു പടമാണ്.